തജിക്കിസ്ഥാനിലാണ്. തജിക്കിസ്ഥാനിൽ ഏത് എയർപോർട്ടാണെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. വേറൊരു എയർപോർട്ടിലാണ് ഇവർ ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ഒരു 5-6 ഫ്ലൈറ്റ് ഇവിടെ ഒരുമിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാൻ വയ്യ എന്തിവിടെ നടക്കുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ല. ഏതോ ഒരു പ്ലെയിൻ ക്രാഷ് ആവുമോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു 5-6 പ്ലെയിൻ ഇവിടെ ലാൻഡ് ചെയ്തിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ പറയുന്നു, ചിലർ പറയുന്നു വെതർ കാരണമാണെന്ന്. ഇപ്പം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മണിക്കൂറായി എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനകത്ത് എല്ലാവരെയും കൂടെ കൊണ്ടിട്ടേക്കുവാ. 5-6 പ്ലെയിനകത്തുള്ള ഇവിടെ ലാൻഡ് ചെയ്തതിനകത്ത് 2-3 പ്ലെയിനിലുള്ള ആൾക്കാരെ ഇറക്കിയിട്ടില്ല. കാരണം ഇതിനകത്ത് ഇനി സ്ഥലമില്ല ഇവിടെ ആൾക്കാരെ നിർത്താൻ. കുറേ പേര് കിടക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു. എനിക്ക് പീരീഡ്സും കൂടെ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല. ഇവിടുത്തെ വാഷ്റൂമിൽ നമ്മുടെ ജെറ്റ് സ്പ്രേ ഇല്ല, വെള്ളമില്ല, കുപ്പിയിലൊക്കെ വെള്ളം എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ടാസ്ക്കാണ് ഇവിടെ. എനിക്കൊരു പിടിയില്ല. ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അപ്പോൾ പീരീഡ്സും കൂടെ ആയിട്ട് നടുവേദന, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നേ എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളോടുള്ളതുകൊണ്ട് ഇന്നത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജാസ്മി ഉണ്ട് ഇതേ കണക്കൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നു. താനുണ്ട് ഒരു ട്രിപ്പ് പോകാൻ പോകുന്നത്, അത് എവിടെയാണെന്നുള്ളത് സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ കണക്കത്തുള്ളൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. താനുണ്ട് ഇതേ കണക്ക് എയർപോർട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. യാത്ര പോകുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കണമെന്ന് ഒരു ചാൻസും ഇല്ല. കാരണം ചില സമയങ്ങളുണ്ടെങ്കിൽ പ്ലെയിൻ ലേറ്റായിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, കാലാവസ്ഥ, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കൊണ്ട് ഈ ജാസ്മിന് ഇതേ കണക്കൊരു പ്രശ്നം വന്നിരിക്കുന്നത്. അതും പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ 7-8 മണിക്കൂർ ഒരേ എയർപോർട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ വെള്ളമൊന്നും കിട്ടുന്നില്ല, ബാത്റൂമിലോ അങ്ങനത്തെ ഉള്ള പോകാനൊക്കെ പറ്റാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതേ സമയത്തോടെ ഈ ജാസ്മിൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇതിലും കൂടെ പ്രശ്നമാണ്. അതേ സമയത്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് മാത്രമല്ല, ഗംഭീരയും കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ മാനേജ് ചെയ്യുക ഒരാൾ കൂടെ ഉള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ നൊയമ്പ് എടുക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വന്നത്, അങ്ങനെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒരാൾ നൊയമ്പ് എടുക്കണോ വേണ്ടതെന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടം തന്നെയാണ്. നമ്മളതിലൊന്നും ഇടപെടാൻ പറ്റുന്നില്ല. അവർക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ ഉള്ളൂ നമ്മളെന്തെങ്കിലും പറയേണ്ട കാര്യം. ഇതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ്. അവർ നൊയമ്പ് എടുക്കണോ അല്ലെങ്കിൽ ഇവിടെ പോകണോ അവിടെ പോകണോ എന്നുള്ളതല്ലേ അവരുടെ കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ വലുതായിട്ട് തലയിടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് തന്നെ.